എന്നൊരു നിയമം കൊണ്ടുവരണമെന്നും കൂടി CJP പറയുന്നിടത്താണ് CJPയുടെ മാസ്. അതുപോലെ തന്നെ CJP ഒരു 5ഓളം ലക്ഷ്യങ്ങൾ അവരെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കറക്റ്റ് വ്യക്തമായി നമുക്കൊരു ധാരണ കിട്ടും എന്താണ് CJPയുടെ 5 CJP എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ CJPയുടെ 5 ലക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് അവർ എത്രത്തോളം മാസാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് അവരെ ഫസ്റ്റ് സംഭവം ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, എ ടോട്ടൽ ബാൻ ഓൺ ചീഫ് ജസ്റ്റിസ് ടേക്കിംഗ് അപ്പ് പോസ്റ്റ് റിട്ടയർമെന്റ് റോൾ സച്ച് ആസ് രാജ്യസഭാ സീറ്റ്. അതായത് പല ചീഫ് ജസ്റ്റിസുമാരും കോടതിയിലെ ജഡ്ജിമാരൊക്കെ പിന്നെ ഗവൺമെന്റ് നിന്ന് ആനുകൂല്യം പറ്റുന്ന പോലെ ചീഫ് ജസ്റ്റിസ് ആയി കഴിഞ്ഞതിന് ശേഷം രാജ്യസഭാ സീറ്റിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ പല ഗവൺമെന്റ് തസ്തികകളിലേക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ടോട്ടലായിട്ട് നിരോധിക്കുക എന്നുള്ളതാണ് CJPയുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് CJP പറയുന്നത് ഇലക്ട്രൽ ഇന്റഗ്രിറ്റി, അറസ്റ്റ് അണ്ടർ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, UAPA ഫോർ ദ ഇലക്ഷൻ കമ്മീഷണർ ഇഫ് എനി ലെജിറ്റിമേറ്റ് വോട്ട്സ് ആർ ഡിലീറ്റഡ്. ഏതെങ്കിലും ഒരു പൗരന്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ UAPA ചുമത്തിക്കൊണ്ട് ജയിലിൽ അടക്കുക എന്നാണ് CJPയുടെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത് CJP പറയുന്നത് വുമൻ റെപ്രസെന്റേഷൻ, റിസർവിംഗ് 50% ഓഫ് പാർലമെന്ററി സീറ്റ്സ് ആൻഡ് ക്യാബിനറ്റ് പൊസിഷൻ ഫോർ വുമൻ വിത്തൌട്ട് ഇൻക്രീസിംഗ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ്. ഹൗസിന്റെ രാജ്യസഭയുടെ മൊത്തമായിട്ടുള്ള എണ്ണമൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിടത്ത് തന്നെ 50-50. മുന്നേ ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുന്ന പോലത്തെ കണകുണ പരിപാടിയൊന്നും വേണ്ട. എല്ലാവർക്കും പകുതി 50-50. അതാണ് CJP ലക്ഷ്യം വെക്കുന്ന കിനാശേരി. ഇൻഡിപെൻഡന്റ് മീഡിയ, cancelling the broadcast license of corporate owned media such as those tied with Reliance and Adani and launching investigations into Godi media anchors. അതായത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ പുഷ് ചെയ്യുന്ന, ഗവൺമെന്റിന്റെ മോശം കാര്യങ്ങളെ പോലും നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുന്ന അദാനിയും റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും അടച്ചുപൂട്ടി പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സുതാര്യമായ മീഡിയ കൊണ്ടുവരണമെന്നാണ് CJPയുടെ നാലാമത്തെ ആവശ്യം. അഞ്ചാമത് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ, എ 20-year ban from contesting election or holding public office for MP or MLA whose defects from one party to another. വളരെ അടിപൊളിയായ സാധനമാണ്. അതായത് തോന്നുമ്പോൾ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ട് രാഷ്ട്രീയത്തിൽ. അതായത് ജനങ്ങളെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ജയിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞാൽ ജനങ്ങളെ മുഖത്തേക്ക് ചാണാൻ പാരി വലിച്ചെറിയുന്ന പോലെ ഇവൻ വേറെ പാർട്ടിയിലേക്ക് അങ്ങ് മാറുക. ഈ തോന്നിവാസം നിരോധിക്കണമെന്നാണ് ആന്റി ഡിഫെക്ഷൻ ലോ അഞ്ചാമത്തെ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഞ്ചാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ 20 കൊല്ലം ബാന്. അങ്ങനെ കാണിക്കുന്ന തെമ്മാടിയായ രാഷ്ട്രീയക്കാരെ 20 കൊല്ലം അങ്ങോട്ട് ബാൻ ചെയ്യുക. പിന്നെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ അവന് യാതൊരു അർഹതയില്ലാത്ത രീതിയിലാക്കി വെക്കുക. അപ്പം ഗംഭീരമായ സംഭവമാണ് ഇവർ പറയുന്നത്. ഇവരെ മാനിഫെസ്റ്റോ എന്നെല്ലാം പറഞ്ഞാൽ CJP മാനിഫെസ്റ്റോ 5 point അജണ്ട എന്നാണ് പറയുന്നത്. ദ CJP മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ദ 5 point അജണ്ട ഓഫ് കോക്രോച്ച്